സിസ്റ്റർ എങ്ങനെയാണ് പുതിയ കോൺക്ലേവിനെയും അതുപോലെ തന്നെ ഒരു മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് അതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ആരാണ് എന്ന് അറിയാൻ വേണ്ടി. കാരണം നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ ബാക്കി വെച്ച് പോയ ആ ഒരു ശബ്ദം വീണ്ടും കേൾക്കാൻ ലോകം ആഗ്രഹിക്കുന്നു. വളരെ കലുഷിതമായാണ് സാഹചര്യങ്ങൾ. ഇന്ത്യയുടെ സാഹചര്യം തന്നെ ഇന്ന് നമുക്കറിയാം, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഈ മേഖല അങ്ങനെ കലുഷിതമാണ്. സമാധാനത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ അങ്ങനെ ഒരു ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർത്തിരിക്കുകയാണ്. എങ്ങനെയാണ് സിസ്റ്റർ ഇതിനെയെല്ലാം കാണുന്നത്? വ്യക്തിപരമായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, വ്യക്തമായി കേൾക്കാം. ഞാൻ ഈ കോൺക്ലേവിനെ കുറിച്ച് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനായിട്ട് ഞാൻ കുറച്ചിങ്ങനെ റീഡ് ചെയ്തായിരുന്നു, കുറച്ച് കാര്യങ്ങൾ വായിക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ വെളിച്ചപ്പാടിൽ നിന്ന് പറയുമ്പം സഭയുടെ കത്തോലിക്ക തിരുസഭയുടെ പരിവർത്തന കാലഘട്ടത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത് ജോൺ 23-ാമൻ പാപ്പയാണ്. അന്ന് മുതൽ ജോൺ 23-ാമൻ പാപ്പ മുതൽ ഫ്രാൻസിസ് പാപ്പ വരെ സഭ നവീകരിക്കലിന്റെ കൂടെ കടന്നു പോയപ്പോൾ 7 കോൺക്ലേവുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. 6 കോൺക്ലേവ്, ഇത് 7ാമത്തെ കോൺക്ലേവാണ്. അപ്പൊ അവിടെ നിന്നുള്ള ചരിത്രം നോക്കുമ്പോൾ 1958 ജോൺ 23-ാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 11 വോട്ടെടുപ്പുകൾക്ക് ശേഷമാണ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. പാപ്പയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത്. അപ്പം ഗൗഡിയം എത് സ്പേസ് അഥവാ സഭ ആധുനിക യുഗത്തിൽ എന്ന സുപ്രധാനമായ പ്രമാണരേഖയൊക്കെ ജന്മം കൊണ്ടത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അവിടെയാണ് പാപ്പ സഭയുടെ ആഗോള സാന്നിധ്യത്തെ വിപുലമാക്കുകയും ലോകത്തിൽ സഭയുടെ സാന്നിധ്യം എന്താണ്, ക്രിസ്തുവിനെ പോലെ സഭ ഇറങ്ങി പ്രവർത്തിക്കണമെന്നൊക്കെ ഉള്ള സഭയ്ക്ക് ഒരു പുതിയ മുഖം കൊടുത്ത പാപ്പയാണ് ജോൺ 23-ാമൻ പാപ്പ. അതിനുശേഷം വന്നത് 1963 പോൾ 6-ാമൻ പാപ്പ ചാർജ് എടുത്തു. അദ്ദേഹത്തിന് ജോൺ 23-ാമൻ പാപ്പ തുടങ്ങി വെച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തീകരിച്ചത് പോൾ 6-ാമൻ പാപ്പയാണ്. പോൾ 6-ാമൻ പാപ്പ അപ്പോസ്തലിക പ്രബോധനങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും സഭയുടെ ആഗോള സാന്നിധ്യത്തെ ഒന്നും കൂടി വിപുലമാക്കി ആരാധനക്രമങ്ങളിലേക്ക് പരിഷ്കരണം നടത്തി. അടുത്തു വരുന്ന ആളാണ് ജോൺ പോൾ 1-ാമൻ പാപ്പ. അദ്ദേഹം 1978 തിരഞ്ഞെടുക്കപ്പെട്ടു. 33 ദിവസം മാത്രമേ സഭയെ നയിച്ചുള്ളൂ. എങ്കിലും അത് തീക്ഷ്ണതയും പുഞ്ചിരിക്കുന്ന പാപ്പ എന്ന ഒരു നാമം നൽകി അദ്ദേഹം കടന്നുപോയി. 1978 സഭാ ചരിത്രത്തിൽ 3 മാർപ്പാപ്പാരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. അപ്പം ജോൺ പോൾ 1-ാമൻ തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അകാലമായ മരണത്തിന് ശേഷം 1978 തന്നെ ജോൺ പോൾ 2-ാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സഭയുടെ മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയുടെയും ലോകത്തിന്റെയും തന്നെ ധാർമ്മിക നേതാവായി മാറി. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു കോൺക്ലേവ് അതിലൂടെ നടന്നത്. അതിനുശേഷമാണ് കർദിനാൾ സംഘത്തിന്റെ തലവനും അതുപോലെ തന്നെ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റുമായിരുന്ന ബെനഡിക്ട് 11-ാമൻ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബെനഡിക്ട് പാപ്പ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സ്ഥാനം ത്യാഗം ചെയ്തു. അത് 1415 ശേഷം ആദ്യമായിട്ട് ഒരു പാപ്പ സ്ഥാനത്യാഗം ചെയ്തതായിട്ട് അറിയപ്പെട്ടു. അതിനുശേഷമാണ് 2013 ഫ്രാൻസിസ് പാപ്പ 266-ാമത്തെ പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ ആ കോൺക്ലേവില് പാപ്പ 4 ബാലറ്റുകൾക്ക് ശേഷമാണ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇത്രയും കോൺക്ലേവുകൾ നടന്ന് ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും ഓരോ സാധാരണ വ്യക്തികൾ വൈദികര് കർദിനാൾ എന്ന രീതിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് സഭയുടെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് വരുമ്പം ആ കോൺക്ലേവ് എത്രമാത്രം പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ഒരുങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ലോകത്തിന് തന്നെ നവീകരണത്തിന്റെ പാതയിലൂടെ നയിക്കാൻ മാത്രമുള്ള ഒരു വ്യക്തിയെ ദൈവം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഓരോ കോൺക്ലേവും അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ മാധ്യമങ്ങൾ ആരായിരിക്കും എന്നുള്ള ഒരു ഡിബേറ്റ് പോലെയാണ്. ആരായിരിക്കും ഒരു രാഷ്ട്രീയ തലവനെ തിരഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെ പറയുന്നു. അതുപോലെ ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മനുഷ്യർ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെയോ മാധ്യമങ്ങൾ കാത്തിരിക്കുന്നത് പോലെയോ ഉള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല
എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു ഇതിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. സഭയ്ക്ക് ആവശ്യമായ, ലോകത്തിന് ആവശ്യമായ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ആവശ്യമുള്ള കാലഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നൽകുമെന്നാണ് ഓരോ കോൺക്ലേവും നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വത്തിക്കാനിൽ ആയിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്നത് ശരിക്കും ഒരു ദൈവിക സാന്നിധ്യം അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ പാലിക്കുന്ന ആ നിശബ്ദത, ആ പ്രാർത്ഥനയുടെ ഒരുക്കം ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ കോൺക്ലേവിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്ത കോൺക്ലേവിലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ കോൺക്ലേവിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് സഭയുടെ പ്രാന്ത പ്രദേശങ്ങൾ എന്ന് കരുതിയിരുന്ന സ്ഥലത്ത് നിന്ന് പോലും പുറമ്പോക്കുകളുടെ പാപ്പ എന്നറിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ കർദിനാൾമാരെ കൊണ്ടുവന്നു. ഫ്രാൻസിസ് പാപ്പ കർദിനാൾമാർ 332 കർദിനാൾമാരിൽ 14% ഇറ്റലിയിൽ നിന്നുള്ളവർ. ബാക്കി 29% മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും, 18% ലാറ്റിൻ അമേരിക്ക, 9% അമേരിക്ക, 16% ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നിന്ന്, 14% ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരെയാണ് പാപ്പ ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ 132 കാർഡിനൽസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകത പോൾ ആറാമൻ പാപ്പയാണ് 120 കാർഡിനൽസ് വരെ ഉയർത്തിയത്, ഇത്രയും പേർക്ക് പങ്കെടുക്കാമെന്ന്. പക്ഷേ ആദ്യമായിട്ടാണ് 132ഓളം കർദിനാൾസ്മാർ കൂടുന്ന ആദ്യത്തെ കോൺക്ലേവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1959 നടന്ന കോൺക്ലേവ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 2025 ഇപ്പോൾ നടക്കുന്ന കോൺക്ലേവിൽ 8% ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കർദിനാൾമാരുടെ ശതമാനം 30% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 69% ഇറ്റലിയിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കുന്ന ഇറ്റലിയിലുള്ള കർദിനാൾമാരുടെ എണ്ണം 43% കുറഞ്ഞിട്ടുമുണ്ട്. അപ്പം സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയാണ്, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സഭ എന്നുള്ള ആ ഒരു ചൈതന്യം കൂടി ഈ കോൺക്ലേവിൽ വെളിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ 12 പൊതുസമ്മേളനങ്ങൾ, അതായത് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിന് ശേഷം 9 ദിവസത്തിൻ്റെ ദുഃഖാചരണങ്ങളിലൂടെ കടന്നുപോയ സഭ 12 പൊതുസമ്മേളനങ്ങൾ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 11ാമത്തെ പൊതുസമ്മേളനവും 12ാമത്തെ പൊതുസമ്മേളനത്തിലൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കർദിനാൾമാർ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവ്വം നിന്ന് ഡിസ്കസ് ചെയ്തെന്ന് പറയുമ്പം, ഫ്രാൻസിസ് പാപ്പ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത്, എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പരിശ്രമിച്ചത്, നടപ്പിലാക്കിയത്, അതിൻ്റെ തുടർച്ചകളാണ് വിചിന്തനങ്ങളായിട്ട് അവർ ചെയ്തത്. 11ാമത്തെ പൊതുസമ്മേളനത്തിൽ 26 കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനഡാലിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് സഭയിൽ, അതുപോലെ തന്നെ കുടിയേറ്റം, വാറ്, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, ദാരിദ്ര്യം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രാൻസിസ് പാപ്പ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവർ ചർച്ച ചെയ്തു. അതുപോലെ ഇന്ന് അവിടെ ദിവ്യബലി കോൺക്ലേവിന് തുടക്കമായിട്ടുള്ള ആ ദിവ്യബലിക്ക് ഒരു പേരുണ്ട്. ആ പേരാണ് പ്രോ എലിജേന്തോ റൊമാനോ പൊന്തിഫിച്ചെ എന്ന് പറയുന്ന പേരിലാണ് ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. അതിൽ പറഞ്ഞ ഹോമിലി വചന സന്ദേശത്തിൽ കർദിനാൾ തിരുസംഘത്തിൻ്റെ തലവൻ കർദിനാൾ ജോവാനി ബത്തിസ്ത പറഞ്ഞത്, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പ എന്ന് പറയുന്ന ആള് ഒരു ധാർമ്മിക വക്താവായിരിക്കണം. അതുപോലെ തന്നെ സഭയുടെയും ലോകത്തിൻ്റെയും ഐക്യം സംരക്ഷിക്കുന്ന, വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ദി ഇലക്ഷൻ ഓഫ് എ ന്യൂ പോപ്പ് ഈസ് നോട്ട് എ സിമ്പിൾ സക്സഷൻ ഓഫ് ഒരു പേഴ്സൺ. ദ ഇലക്ഷൻ ഓഫ് എ ന്യൂ പോപ്പ് ഈസ് ഓൾവേസ് ദി അപ്പോസ്റ്റൽ പീറ്റർ ഹു റിട്ടേൺസ്. ഒരു സാധാരണ ഒരു വ്യക്തിയല്ല, പത്രോസ്ലീഹായുടെ പിൻഗാമിയായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് പുതിയ പാപ്പ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇന്ന് അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ 5000-ഓളം ജനങ്ങൾ പങ്കെടുത്തു. അതെല്ലാം കാണിക്കുന്നത് സഭയോട് ജനങ്ങൾ എന്തോരം സ്നേഹമുണ്ട്, സഭ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് സഭയെ നയിക്കുവാൻ പ്രാധാന്യമുള്ള ഒരു പാപ്പേനെ ലഭിക്കണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോൺക്ലേവിലെ പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത്, യുക്രൈനിയൻ നിന്നുള്ള 44 വയസ്സുകാരൻ, യുക്രൈനിയൻ സ്വദേശിയാണ്, പക്ഷേ ഓസ്ട്രേലിയൻകാരനായ മൈക്കിളോ ബൈജോക്ക് എന്ന കർദിനാളിന് വെറും 44 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെറുപ്രായത്തിലുള്ള
ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കർദിനാളിൻ്റെ ഈ കോൺക്ലേവിന് പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വയസ്സൊക്കെ പറയുമ്പം അവരുടെ ചിന്താഗതികളും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം ഇന്നത്തെ ഹോമിലിയിൽ കർദിനാൾ പറഞ്ഞതുപോലെ, ബത്തിസ്തയെ പറഞ്ഞതുപോലെ, ഇപ്പോൾ നിലവിലത് ഒരു സംഘർഷഭരിതമായ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പാപ്പ ഈ ലോകത്തിൻ്റെ മനസാക്ഷിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പാപ്പ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കോൺക്ലേവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രാധാന്യം, ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും സൗന്ദര്യം, അതിൻ്റെ പ്രാധാന്യമൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ കർദിനാൾമാരുടെ കമ്മ്യൂണിക്കേഷൻ, പുറം ലോകമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ പ്രാർത്ഥനാപൂർവ്വം നടക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് സഭയിൽ നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കോൺക്ലേവിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇരിക്കുമ്പോഴാണ്. കാരണം അത്രമാത്രം പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ കർദിനാൾമാരും കടന്നു പോകുന്നതും അവർ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വളരെ പ്രാധാന്യത്തോടെ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും എനിക്ക് ഒത്തിരി പ്രാധാന്യമായിട്ട് തോന്നിയത് ഇപ്പം ഓരോരുത്തരും ഇപ്പം മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റു ജനങ്ങളാണെങ്കിലും ആരായിരിക്കും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ കാണുന്നത് വിഷ്വൽ സിസ്റ്റർ കാണുന്നുണ്ടോ? ഇത് ഈ പ്രൊസഷൻ അവർ വത്തിക്കാനിൽ നിന്നും പരസ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അതെ അതെ കാണുന്നുണ്ട്. അത് വത്തിക്കാനിൽ നിന്നും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പ്രൊസഷൻ കർദിനാൾമാർ പോകുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി വത്തിക്കാനിൽ നിന്നും ടെലികാസ്റ്റ് ചെയ്യുന്നതാണോ? അതെ, അതായത് വത്തിക്കാനിന്റെ ടെലികാസ്റ്റ് എപ്പോഴും വത്തിക്കാൻ മീഡിയ എന്നുള്ള ഒരു ലോഗോ ആയിരിക്കും അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ലോകത്തിൽ നിന്ന് മുഴുവൻ മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോഗോ വത്തിക്കാൻ ന്യൂസ് എന്ന് പറയുന്ന ചുമപ്പ് കളറുള്ള ഒരു ലോഗോയുണ്ട്. അതാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഈ ഇന്നലത്തെ വത്തിക്കാൻ വാർത്താവിനിമയ കാര്യാലയ ഡയറക്ടർ മത്തയോ ബ്രൂണിയുടെ ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ കാണുന്നത് ഇവര് ദിവ്യബലി നടക്കുന്നുണ്ടെങ്കിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ദിവ്യബലി അർപ്പിച്ചെങ്കിലും ഈ വോട്ടിങ്ങും അതുപോലെയുള്ള കാര്യം അതിനു മുമ്പുള്ള പ്രാർത്ഥനകളും നാളെ ഒരു ദിവ്യബലിയും പ്രാർത്ഥന മിഡ് ഡേ പ്രയർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വോട്ടിംഗ് തുടങ്ങുന്നത് നാളെ. അപ്പം അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇത് നടക്കുന്നത് പൗളിൻ ചാപ്പലിലാണ്. അപ്പം ഈ വോട്ടിങ്ങും കോൺക്ലേവ് നടക്കുന്നത് വോട്ടിംഗ് നടക്കുന്നത് സിസ്റ്റീൻ ചാപ്പലിലാണെങ്കിൽ ദിവ്യബലിയും പ്രാർത്ഥനകളും നടക്കുന്നത് പൗൾ ചാപ്പലിലാണ്. അവിടെ വോട്ടിംഗ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഓരോ കർദിനാൾമാരും പറയുന്നത്, എന്നെ വിധിക്കാതിരിക്കുന്ന കർത്താവിനെ സാക്ഷിയാക്കി എൻ്റെ വോട്ട് ദൈവത്തെ പ്രതി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് ഞാൻ നൽകുന്നു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവര് അതിനെ കർത്താവ് സാക്ഷിയാക്കിയാണ് അവർ ഓരോ വോട്ടും ചെയ്യുന്നത്. ഓരോ വട്ടം വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ആര് ഏത് രാജ്യത്തിൽ നിന്നായിരിക്കും, ഏത് ഭൂഖണ്ഡത്തിലായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദൈവത്തെ സാക്ഷി നിർത്തി ദൈവത്തിന്റെ പ്രചോദനം അനുസരിച്ചാണ് ഓരോ വോട്ടും നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇന്ന ആളായിരിക്കും ഇന്ന രാജ്യത്തിൽ നിന്നായിരിക്കും എന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കോൺക്ലേവിന്. പിന്നെ ഈ കോൺക്ലേവിൽ ഏറ്റവും ചുരുങ്ങിയ കാലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് ഏറ്റവും സുദീർഘമായി നീണ്ട 3 വർഷത്തോളം നീണ്ട കോൺക്ലേവ് ഉണ്ട്. 1268 മുതൽ 1271 വരെ ഒരു കോൺക്ലേവ് നീണ്ട വർഷം, ഏതാണ്ട് 2.5 വർഷം നീണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം വളരെ ഷോർട്ടായിട്ട് കോൺക്ലേവ് നടന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. അതുപോലെ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, പാപ്പമാരെ അവർ വേറെ നാമം സ്വീകരിക്കും, വേറെ പുതിയ പേരുകൾ സ്വീകരിക്കും. ഞാൻ ഒന്നുകൂടി സിസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പൗളിൻ ചാപ്പലിൽ കർദിനാൾമാർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്. അവർ ഇനി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോയി കഴിഞ്ഞാൽ ആണോ മാധ്യമങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും? ഇല്ല, ഇപ്പോഴും അവർ കോൺക്ലേവില് കയറി കഴിയുമ്പോൾ തന്നെ അവർക്ക് യാതൊരു ബന്ധവും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. കോൺക്ലേവ് തുടങ്ങി, അതായത് ഓപ്പണിംഗ് പ്രാർത്ഥന ദിവ്യബലിയോടുകൂടി തന്നെ കോൺക്ലേവിന് തുടക്കം കുറിച്ചു. അപ്പം അതുകൊണ്ട്, അതായത് കോൺക്ലേവ് എന്ന് പറയുന്നത് ലോക്ക് വിത്ത് കീ എന്നാണ്.
അപ്പം അതായത് എവിടെയാണോ പാപ്പയെ തിരഞ്ഞെടുക്കാൻ കർദിനാൾമാർ ഒരുമിച്ച് കൂടുന്നത് അത് കോൺക്ലേവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കത്തില്ല. പുറത്തും ഒരു കമ്മ്യൂണിക്കേഷനും തീരുന്നത് വരെയും പാപ്പയെ തിരഞ്ഞെടുക്കുന്നവരെയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രൊസഷനായിട്ട് പോകുന്നതടക്കം മാധ്യമങ്ങൾക്ക് ആ ദൃശ്യങ്ങളൊന്നും ലഭിക്കില്ല എന്നാണ് സിസ്റ്റർ പറയുന്നത്. അതായത് ഇന്നലത്തെ മത്തേ ബ്രൂണിയുടെ അനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് കുറച്ച് സീക്രട്സി, രഹസ്യ സ്വഭാവം സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ പുറത്തു വിടത്തില്ല. അല്ലാതെ ഉള്ള കാര്യങ്ങളെ എല്ലാം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് ഇന്നലെ പ്രസിന്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, തുടങ്ങിക്കഴിഞ്ഞു. ഈ സിസ്റ്റർ നേരത്തെ ഇവിടുത്തെ സമയം 3:45 തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഉച്ചഭക്ഷണത്തിന് ശേഷം 3:45 അവർ സാന്താ മാർത്തയിൽ നിന്നും അവർ സിസ്റ്റൈൻ ചാപ്പലിലോട്ട് പോകുമെന്നാണ് ഇന്നലത്തെ വാർത്ത അങ്ങനെയാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ അവർക്ക് പോകാനായിട്ടുള്ള ബസ്സിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തിലൂടെ ഒരു സെഷൻ ഉണ്ടാകും, വോട്ടിംഗ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്.